താമരശ്ശേരി ചുരം 8ാം വളവിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. വൺ വേ ആയിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ദേശീയപാത അധികൃതരും പോലീസും സ്ഥലത്തെത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴ തുടരുന്ന സമയങ്ങളിൽ ചുരം 6, 7, 8 വളവുകളിൽ മണ്ണെടുക്കുന്നത് മണ്ണിടിച്ചിലിന് കാരണമാവുമെന്നാണ് ആശങ്ക. AK അഭിലാഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിലാഷ്, നിലവിലെ ഒരു സാഹചര്യം എന്താണ് അവിടെ? ശ്രുതി, തുരങ്കപാതയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആശങ്കയാണ് ഉയരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വയനാട്ടിലേക്കുള്ള ചുരം റോഡിൽ ഇത്തരത്തിൽ 8ാം വളവിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും റോഡിന്റെ അരികിൽ നിന്ന് 2.5 അടിയോളം മാറിയാണ് ഇപ്പോൾ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10-15 മീറ്ററോളം നീളത്തിൽ ഇത്തരത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ ചുരം സംരക്ഷണ സമിതിയും ദേശീയപാത അധികൃതരുമൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് 6, 7, 8 വളവുകളിൽ ഇപ്പോൾ തന്നെ മണ്ണെടുക്കലും അതോടൊപ്പം തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ആ മണ്ണ് താഴോട്ട് ഇടുന്നൊരു ശീലമാണ് ഇപ്പോൾ അവിടെ കാണുകയും ചെയ്തത്. ഇത് താഴോട്ട് ഒലിച്ച് മറ്റൊരു രീതിയിൽ അപകടമുണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് തന്നെയാണ് പരിസരവാസികൾ, യാത്രക്കാരൊക്കെ പറയുന്നത്. ആ ഭീതി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ 8ാം വളവിൽ ആ സമീപത്ത് തന്നെ ഇത്തരത്തിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ആശങ്കയുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ ഈ മഴ തുടരുന്ന കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പോലും ആ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രവൃത്തി തുടരുന്നതും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ശരി, AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.